ഹായ് ഓൾ. ഇന്ന് ഫസ്റ്റ് സെഷൻ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ 2 സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. MMCയിലെ 2 പേരും ബാച്ച്മേറ്റ് ആണ് അല്ലേ, ശ്രീലക്ഷ്മി ആൻഡ് ആദർശ്. നമുക്ക് അവരോട് എക്സാമിൻ്റെ ഒരു ഓവർവ്യൂ ചോദിക്കുക എന്നുള്ളതാണ്. അടുത്ത വർഷത്തെ കുട്ടികൾക്ക് അത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് എക്സാം എഴുതി അന്നത്തെ ഡേയിലെ ഫീലിങ്ങും പഠിച്ചതിൻ്റെ പാറ്റേണൊക്കെ പറയുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓൾ ടുഗദർ എക്സാം എങ്ങനെയാണ്? 1.5 വർഷം കാത്തുന്നല്ലേ എക്സാം? ഈ മാറ്റിയൊക്കെ ഈ പോസ്റ്റ്പോൺമെൻ്റ് ആ പ്രഷറൊക്കെ എങ്ങനെയാണ് ഉണ്ടായിരുന്നു? ആ വേറൊന്നിനും പോകുന്നില്ല, ഇതിന് മാത്രമേ ഇന്ന് പഠിക്കല്ലേ. അപ്പൊ അത് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ഡേറ്റ് തലേദിവസം തന്നെ അങ്ങ് മാറ്റുക, അത് ഭയങ്കര പാടാം. പിന്നെ ആണെങ്കിൽ എന്നാന്ന് ഡേറ്റ് അറിയാണ്ടെങ്കിൽ നമ്മൾ പഠിക്കുക, അത് എല്ലാവരും പറയുന്നു പഠിക്കുന്നു. തലേ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഫീലിംഗ്? ഇനിയും 2 ദിവസം കഴിയുമ്പോൾ എക്സാം മാറ്റോ പിന്നെ മാറ്റോ അങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ വന്നിരുന്നു? വൈകുന്നേരം വരെ എന്താ പറയുക, വലിയ ടെൻഷനിലേക്ക് പോയി എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളത് ഓൾറെഡി ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷെ രാത്രി ആയപ്പോഴേക്കും പിന്നെ ടെൻഷനായി. ഇതുവരെ രാത്രി ഉറക്കത്തിന് ഒരു പ്രശ്നം ഉണ്ടായിട്ട്. ഇന്നലെ എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടായിരുന്നു? മണിക്കൂറൊന്നുമില്ല, കുറച്ച് മിനിറ്റ് ഉറങ്ങി. അത് ഈ മിനിറ്റ് നേരം നോക്കി ഇരുന്നിരുന്നോ? ഇല്ല, അത് ഞാൻ കിടന്ന് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഉറങ്ങിയിട്ടുണ്ടാവും. 8 മിനിറ്റ് പിന്നെ എത്ര ഉറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. പണ്ട് ഒക്കെ ചെയ്യുന്ന പോലെ കട്ടിന്റെ മുകളിൽ ബുക്ക് എടുത്ത് ഇരിക്കും, താനെ കടന്നുറങ്ങല്ലോ. അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് വൈബ് എടുത്തിട്ട് കട്ടിന്റെ മുകളിൽ കിടന്നു. പക്ഷെ എന്നിട്ടും വൈബ് നോക്കി തീർന്നു. അതിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നോ? വൈബ് JSS കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ അനാറ്റമിയിലെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ECGയിലെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ കൺഫ്യൂസിങ് ആണെന്നുള്ളതാണോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഔട്ട് ഓഫ് ദ ടോപ്പിക് ചോദിക്കുന്ന രൂപത്തിലാണോ? കുറച്ചുകൂടെ ഒരു ഔട്ട് ഓഫ് ടോപ്പിക്. കാരണം നമ്മളിപ്പോൾ പഠിക്കുമ്പം നമ്മൾ ഇത്ര മതി എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ പഠിക്കുക. ഈ പഴയ റെസ്ട്രിക്റ്റഡ് ആണ്, ക്രിസ്പ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. പക്ഷേ അതിനേക്കാൾ ഒരു അവിടുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ അപ്പുറത്തേക്ക് ചോദിച്ചു. സെയിം സാധനം വന്നിട്ടുണ്ട്, പാത്തോളജിയിൽ വന്നിട്ടുണ്ട്, കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ഒരു പൊടി അപ്പുറത്ത് ചോദിച്ചു. മാഡം പറഞ്ഞത് തന്നെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള സബ്ജക്ട്സ് മെയിൻലി മെഡിസിൻ പാത്തോ ഇൻ്റഗ്രേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻ അതുപോലെ വന്നു തോന്നി, മെഡിസിൻ പാത്തോളജി കമ്പൈൻഡ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അതൊന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു പൊടി മുകളിലേക്ക് പൊടി പുറത്തേക്ക് ചോദിച്ചത്. ഓക്കെ, ഉറങ്ങിയില്ല എന്ന് വെച്ചിട്ട് അതെനിക്കിന്ന് മനസ്സിലായി. 5 സെഷനായിട്ട് നടത്തിയ എക്സാമിന് എന്ത് തോന്നുന്നു? അത് ഹെൽപ്ഫുൾ ആണോ? എനിക്ക് ആദ്യം ടൈം ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ആവശ്യം പറയും, ഈ ടൈം ഓരോ ക്വസ്റ്റിന് ഇത്ര ടൈം ഉണ്ട്, അത്ര നോക്കിയിട്ട് തന്നെ ചെയ്യണം, അല്ലാതെ ലാസ്റ്റിലേക്ക് ഒരു ടൈം ഇല്ലാതാവരുത്, കറക്റ്റ് നോക്കണം എന്ന് പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ 5 സെഷൻ ആക്കിയപ്പോൾ അതെനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം